ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പാസ്റ്റ് ചേർത്തുള്ള സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താ? ഞാൻ ഇന്നലെ തിരക്കിലായിരുന്നു. ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഇന്നലത്തെ കാര്യമാണ്. അപ്പം ഞാൻ ഇന്നലെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. ഇന്നലെ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ. തിരക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ബിസി. അപ്പം ഞാൻ ഇന്നലെ തിരക്കിലായിരുന്നു. അപ്പം അത് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. I was busy yesterday. I was busy yesterday. ഞാൻ ഇന്നലെ തിരക്കിലായിരുന്നു. I was busy yesterday. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ്, അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. വളരെ എന്ന് പറഞ്ഞാൽ വെരി, സന്തോഷം, ഹാപ്പി. അപ്പം ഇത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെ പാസ്റ്റ് ചേർത്ത് എഴുതാൻ നമുക്ക് നോക്കാം. ഷീ വാസ് വെരി ഹാപ്പി. അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. ഇനി നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. അവൻ മീറ്റിങ്ങിന് വൈകിയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ അവൻ എന്ന് വെച്ചാൽ എന്താ? ഹി. വൈകി, ലേറ്റ്. അപ്പോൾ എങ്ങനെ ഇത് എഴുതുന്നത്? നമുക്ക് ഇവിടെ സ്പേസ് ഇല്ല എഴുതാൻ. അവൻ മീറ്റിങ്ങിന് വൈകിയായിരുന്നു. അപ്പോൾ നമുക്ക് എഴുതാം. ഹി വാസ് ലേറ്റ്. ലേറ്റ് എന്ന് വെച്ചാൽ എന്താ? വൈകി. ഹി വാസ് ലേറ്റ് ഫോർ ദ മീറ്റിംഗ്. അപ്പോൾ എങ്ങനെയാ? അവൻ മീറ്റിങ്ങിന് വൈകിയായിരുന്നു. ഹി വാസ് ലേറ്റ് ഫോർ ദ മീറ്റിംഗ്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഫോർത്ത് പോയിന്റ് നമുക്ക് എഴുതാം. രാവിലെ മഴ പെയ്യുകയായിരുന്നു. ഇതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. രാവിലെ എന്ന് വെച്ചാൽ എന്താ? മോർണിംഗ്. മഴ എന്ന് വെച്ചാൽ റെയിൻ. അപ്പം ഇത് ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. രാവിലെ മഴ പെയ്യുകയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ചേർത്ത് എഴുതാമെന്ന് നമുക്ക് നോക്കാം. It was raining. It was raining in the morning. രാവിലെ മഴ പെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് റെയിനിങ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. ഫിഫ്ത്ത് പോയിന്റ് നമുക്ക് നോക്കാം. സിനിമ രസകരമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇതും കഴിഞ്ഞു പോയ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ സിനിമ എന്ന് വെച്ചാൽ എന്താ? മൂവി. സിനിമ രസകരമായിരുന്നു. സിനിമ സൂപ്പറായിരുന്നു അല്ലെങ്കിൽ രസകരമായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. ദ മൂവി വാസ് interesting.
The movie was interesting. But next sixth point, ഇന്നലെ രാത്രി. അപ്പോൾ 6th പോയിന്റ് എന്താ? ഇന്നലെ രാത്രി അവൻ വീട്ടിലായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഇന്നലെ എന്ന് വെച്ചാൽ എന്താ? യെസ്റ്റർഡേ. രാത്രി എന്ന് വെച്ചാൽ നൈറ്റ്. അവൻ വീട് നമ്മളെന്താ പറയുക? ഹൗസ് അല്ലെങ്കിൽ ഹോം. ഇതെങ്ങനെ നമ്മൾ വാസ് ചേർത്തിട്ട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഹി വാസ് അറ്റ് ഹോം ലാസ്റ്റ് നൈറ്റ്. ഹി വാസ് അറ്റ് ഹോം ലാസ്റ്റ് നൈറ്റ്. ഈ ലാസ്റ്റ് നൈറ്റ് എന്ന് ഇന്നലെ രാത്രി. ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രിക്ക് നമുക്ക് യെസ്റ്റർഡേ എന്നും പറയാം. അപ്പോൾ എങ്ങനെ? ഇന്നലെ രാത്രി അവൻ വീട്ടിലായിരുന്നു. ഹി വാസ് അറ്റ് ഹോം ലാസ്റ്റ് നൈറ്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ്, ഭക്ഷണം രുചികരമായിരുന്നു. ഭക്ഷണം എന്ന് വെച്ചാൽ ഫുഡ്. രുചികരത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഡെലീഷ്യസ്. അപ്പോൾ ഇതെങ്ങനെയാണ് വാസ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. The food was delicious. ഭക്ഷണം രുചികരമായിരുന്നു. The food was delicious. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. നെക്സ്റ്റ് എത്രയാ? 7th 8th പോയിന്റ് ആണെന്ന്. എനിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. അപ്പം ഇവിടെ ഇതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. എനിക്കെന്ന് വെച്ചാൽ എന്താ? ഐ. ഇരുട്ടിനെ നമുക്ക് ഡാർക്ക്നെസ് എന്ന് പറയാം. ഡാർക്ക്നെസ്. അപ്പോൾ പിന്നെ പേടിയായിരുന്നു. പേടിക്ക് എന്താ നമ്മൾ പറയുന്നത്? പേടിക്ക് നമ്മൾ ഫിയർ എന്നും പറയും. പിന്നെ വേറൊരു വേർഡുണ്ട് അഫ്രൈഡ് എന്നും പറയും. അപ്പം പിന്നെ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഫിയർ അല്ലെങ്കിൽ അഫ്രൈഡ്. അപ്പോൾ എനിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വാസ്, ഇതിപ്പം പാസ്റ്റ് ടെൻസ്. അപ്പോൾ വാസ് ചേർത്ത് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. I was afraid. I was afraid of the dark. എനിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. I was afraid of the dark. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താണ് നമുക്ക് നോക്കാം. ഇത് 8th പോയിൻ്റാണ്. ഇത് നമ്മൾ എഴുതാൻ പോകുന്നത് 9th പോയിന്റ്. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വാസ് വെച്ചിട്ട് പറയാൻ പറ്റുന്നത്? ഇത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പരീക്ഷ എന്ന് വെച്ചാൽ എക്സാം. വളരെ എന്ന് പറഞ്ഞാൽ വെരി. എളുപ്പത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് ഈസി. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. The exam was very easy. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. The exam was very easy. നെക്സ്റ്റ് പോയിന്റ് എഴുതാം. നെക്സ്റ്റ് പോയിന്റ് എന്താ? അവൻ എന്നോട് ദേഷ്യത്തിലായിരുന്നു. ഇത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. ഇതെങ്ങനെ നമുക്ക് എഴുതാം? അവൻ എന്ന് വെച്ചാൽ ഹി.
എന്നോട്. എന്നോടെന്ന് പറഞ്ഞാൽ എന്താ? ഐ. ഞാൻ എന്ന് വെച്ചാൽ ഐ. അപ്പോൾ എന്നോടെന്ന് പറഞ്ഞാൽ എന്താ? മീ. ഞാനായി, എന്നോട് മീ. ദേഷ്യത്തിലായിരുന്നു. ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് വേർഡ് ആംഗ്രി. അവൻ എന്നോട് ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. He was angry. He was angry with me. അവൻ എന്നോട് ദേഷ്യത്തിലായിരുന്നു. He was angry with me. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. 11th പോയിന്റ് എഴുതാം. കട അടച്ചിരുന്നു. കട എന്ന് വെച്ചാൽ എന്താ? ഷോപ്പ്. അടച്ചു. അടയ്ക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ക്ലോസ്. അപ്പോൾ കട അടച്ചിരുന്നു. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത് നമുക്ക്? ദ ഷോപ്പ് വാസ് ക്ലോസ്ഡ്. കട അടച്ചിരുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അവൾ അടുക്കളയിലായിരുന്നു. അവൾ അടുക്കളയിൽ ആയിരുന്നു. ഇതും പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ പഠിക്കുന്ന മൊത്തം പാസ്റ്റ് ടെൻസ് ആണ്. വാസ് വെച്ച് ചേർത്ത് ഇടുന്ന സെൻറ്റൻസുകളാണ്. അവൾ അടുക്കളയിൽ ആയിരുന്നു. അവൾ എന്ന് വെച്ചാൽ ഷീ. അടുക്കള എന്ന് വെച്ചാൽ കിച്ചൺ. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതേണ്ടതെന്ന് നോക്കാം. She was in the kitchen. അപ്പോൾ അവൾ അടുക്കളയിലായിരുന്നു. She was in the kitchen. ഇത് കാണാൻ പറ്റണല്ലേ? കിച്ചൺ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ 13th പോയിന്റ് നോക്കാം. കുട്ടി ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഇത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. കുട്ടി എന്ന് വെച്ചാൽ എന്താ? കുട്ടി എന്ന് വെച്ചാൽ ചൈൽഡ്. ഉറങ്ങുക, സ്ലീപ്പ്. ഉറങ്ങുൻ്റെ ഇംഗ്ലീഷ് വേർഡ് സ്ലീപ്പ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാമെന്ന് ഇത് നോക്കാം. ദ ചൈൽഡ് വാസ് കുട്ടി ഉറങ്ങുകയായിരുന്നു. ദ ചൈൽഡ് വാസ് സ്ലീപ്പിംഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 14th പോയിന്റ് ആണ്. അവൻ വളരെ സത്യസന്ധനായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ഇംഗ്ലീഷിൽ? അവൻ എന്ന് വെച്ചാൽ എന്താ? ഹീ. വളരെ, വെരി. സത്യസന്ധൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? നമുക്ക് ഹോണസ്റ്റ് എന്ന് പറയാം. ഹോണസ്റ്റ്. അവൻ വളരെ സത്യസന്ധനായിരുന്നു. അപ്പോൾ എങ്ങനെ എഴുതണേന്ന് നോക്കാം. ഹീ വാസ് വെരി ഹോണസ്റ്റ്. അപ്പോൾ അവൻ വളരെ സത്യസന്ധനായിരുന്നു. ഹി വാസ് വെരി ഹോണസ്റ്റ്. ഇനി നമുക്ക് 15th പോയിന്റ് നോക്കാം. എൻ്റെ ഫോൺ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. ഇതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. എൻ്റെ ഫോൺ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ? മൈ ഫോൺ. പ്രവർത്തിക്കുന്നില്ല, നോട്ട് വർക്കിംഗ്. നമുക്ക് വാസ് ചേർത്തിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. My phone
was not my phone was not my phone was not working. എൻ്റെ ഫോൺ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. മൈ ഫോൺ വാസ് നോട്ട് വർക്കിംഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് 16 പോയിൻ്റാണ്. മുറി വളരെ വൃത്തിയായിരുന്നു. മുറി വളരെ വൃത്തിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? മുറി എന്ന് വെച്ചാൽ എന്താ? റൂം. വളരെ, വെരി, വൃത്തി എന്ന് പറയുന്നത് എന്താ? ക്ലീൻ. മുറി വളരെ വൃത്തിയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. The room was very clean. മുറി വളരെ വൃത്തിയായിരുന്നു. The room was very clean. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. യാത്രയെക്കുറിച്ച് അവൾ, ഇവിടെ എഴുതാം, യാത്രയെക്കുറിച്ച് അവൾ ആവേശത്തിലായിരുന്നു. യാത്രയെക്കുറിച്ച് ഓർത്ത് അവൾ ആവേശത്തിലായിരുന്നല്ല, യാത്രയെക്കുറിച്ച് അവൾ ആവേശത്തിലായിരുന്നു. നമ്മളങ്ങനെ പറയുമല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ പറയണമെന്ന് നോക്കി. യാത്ര എന്ന് പറഞ്ഞാൽ എന്താ? ട്രാവൽ. അവൾ, ഷീ. ആവേശത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ യാത്ര, അപ്പോൾ യാത്രയ്ക്ക് നമ്മൾ ട്രാവൽ എന്നും പറയാം, നമുക്ക് ട്രിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു പിക്നിക്കിന് പോവുകയാണെങ്കിൽ നമുക്ക് പിക്നിക്കിന് പോവുക, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ യാത്രയെക്കുറിച്ച് അവൾ ആവശ്യത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് എഴുതാൻ നോക്കാം. She was excited. She was excited about the trip. അപ്പോൾ യാത്രയെക്കുറിച്ച് അവൾ ആവേശത്തിലായിരുന്നു. She was excited about the trip. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. അപ്പോൾ 18 പോയിന്റ് എന്താ? അതെൻ്റെ തെറ്റായിരുന്നു. അപ്പോൾ തെറ്റിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? മിസ്റ്റേക്ക്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. It was my mistake. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? വാതിൽ തുറന്നിരുന്നു. ഇതെങ്ങനെ നമുക്ക് പറയാം? വാതിൽ എന്ന് വെച്ചാൽ എന്താ? ഡോർ. തുറന്നു വെച്ചാൽ ഓപ്പൺ. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതണ്ടേ? The door was open. വാതിൽ തുറന്നിരുന്നു. The door was open. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ്. പോയിന്റ് എന്താന്ന് നോക്കാം. അവൾ ബസ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പറയാം? അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. കാത്തിരിക്കുക, വെയിറ്റ്. കാത്തിരിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വെയിറ്റ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ വാസ് ചേർത്ത് എഴുതാൻ പറ്റുന്നത് നോക്കാം. She was waiting for the bus. അവൾ ബസ് കാത്തിരിക്കുകയായിരുന്നു.
ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് 20 സെൻറ്റൻസസ് പഠിച്ചു. 20 സെൻറ്റൻസസ് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസ് പഠിച്ചു. വാസ് ചേർത്ത് പറയണ 20 സെൻറ്റൻസുകളാണ് പഠിച്ചത്. എല്ലാം പാസ്റ്റ് ടെൻസിലായിരുന്നു സെൻറ്റൻസുകളെല്ലാം. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം വാസ് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കി വെച്ചാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് പിന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.